എൻ്റെ ബോഡി കാണുമ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കലുണ്ട്, ഞാൻ എന്ത് സപ്ലിമെൻറ്റ്സാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാണ്, എൻ്റെ ട്രെയിനിങ് സ്പ്ലിറ്റ് എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഓൾക്ക് കൊടുക്കുന്ന ആൻസർ എന്താ വെച്ചാൽ, ഞാൻ ഒരു ദിവസം 10 മുട്ടയും കഴിക്കും, അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ജിമ്മിൽ പോകേണ്ടതാണ്. അപ്പോൾ തന്നെ ഓല് കുറച്ചൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം ഓല് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തോ ഒരു മാജിക് പില്ല് അല്ലെങ്കിൽ എന്തോ ഒരു സപ്ലിമെൻ്റ് ഒക്കെയാണ്. പക്ഷേ ഞാൻ ഓൾക്ക് കൊടുത്തത് എന്താ വെച്ചാൽ 10 മുട്ട 3 കൊല്ലം ജിമ്മ്. കാരണം റിയാലിറ്റി എന്താ വെച്ചാൽ ദർ ഇസ് നോ മാജിക് പിൽ ദാറ്റ് യു ക്യാൻ ടേക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണേ. ആക്ച്വലി മാജിക് എന്ന് പറയുന്നത് ഇയേഴ്സാണ്, വർഷങ്ങളാണ്. അപ്പോൾ കൺസിസ്റ്റൻസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികം ആൾക്കാരും ഓല റിസൾട്ടിനെയും ഓല എഫേർട്ടിനെയും മെഷർ ചെയ്യുക ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസങ്ങളിലോ ആയിരിക്കും. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് പീപ്പിൾ ഹു ആർ ആക്ച്വലി ഓൺ ദ ടോപ്പ്, ഹു ആർ ആക്ച്വലി ഡൂയിങ് റിയലി ഗ്രേറ്റ് തിങ്സ്, ഓല കൺസിസ്റ്റൻസി മെഷർ ചെയ്യുന്നുണ്ടാവുക, അതുപോലെ തന്നെ ഓല എഫേർട്ടും ഓല റിസൾട്ടും ഓല മെഷർ ചെയ്യുന്നുണ്ടാവുക വർഷങ്ങളിലായിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വന്നാൽ തന്നെ നിങ്ങൾ കൺസിസ്റ്റൻസിനെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആംഗിളിലേക്കാരും കാണുന്നുണ്ടാവുക. സോ ദ റിയാലിറ്റി ഈസ് യു ആർ മെഷറിങ് കൺസിസ്റ്റൻസി റോങ്. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അലക്സ് ഹർമോജി പറയുന്ന ഒരു സംഭവമാണ്, പീപ്പിൾ ഓവർ എസ്റ്റിമേറ്റ് വാട്ട് ദേ ക്യാൻ അച്ചീവ് ഇൻ 1 year ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റ് വാട്ട് ദേ ക്യാൻ അച്ചീവ് ഇൻ 10 years. നിങ്ങളിപ്പോൾ ഏതൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിലും അത് റീഡിംഗ് ആയിക്കോട്ടെ, ജേർണലിംഗ് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ജിമ്മിൽ പോകണമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, കോണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ കിട്ടുന്ന ആ നോവൽ ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ പുതിയൊരു സാധനം സ്റ്റാർട്ട് ചെയ്യണം, ആ ഒരു മോട്ടിവേഷൻ ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ അതൊക്കെ എന്താവും, ബുദ്ധിമുട്ടായി നമുക്ക് ഫീൽ ചെയ്യും. അതിലൊക്കെ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യും. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ്, ഒരു 100 ആൾക്കാർ ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മാസം കൊണ്ട് തന്നെ അതിൽ ഏകദേശം 10-20 ആൾക്കാർ ക്വിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഒരു 3 മാസം ആകുമ്പോൾ തന്നെ 50ഓളം ആൾക്കാർ നിർത്തിയിട്ടുണ്ടാവും. ഏകദേശം ഒരു 6 മാസം ആകുമ്പോൾ 80 തൊട്ട് 90 ആൾക്കാർ നിർത്തിയിട്ടുണ്ടാവും. അതായത് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തിനും ആകെ ഫസ്റ്റ് ജോയിൻ ചെയ്തില്ലേ 10-12 ആൾക്കാരെ ബാക്കിയുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള സംഭവമല്ലേ? അല്ല, അതെന്താണെന്നുള്ളത് ഓൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഏതൊരു സാധനത്തിലും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിൽ 2 കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന 2 പ്രിൻസിപ്പിൾസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്താണ്, അതിന് നിങ്ങൾ ടൈം ബ്ലോക്ക് കൊടുത്തേ പറ്റൂ. ഒരു സാധനം നിങ്ങൾ ഫ്രീ ആവുമ്പോൾ ചെയ്യാം, എനിക്ക് ടൈം കിട്ടുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തുണ്ടാവില്ല, നമ്മളത് ചെയ്യുന്നുണ്ടാവില്ല. രണ്ടാമത്തത്, നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ഏറ്റവും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് സോ സ്മോൾ ദാറ്റ് ഇറ്റ് ഫീൽസ് എംബാരസിങ്. ഈവൻ ഒരു 5 മിനിറ്റ് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് ഗ്രേറ്റ്. കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ എന്തൊരു സംഭവം തുടങ്ങുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഫോക്കസ് എന്താക്കരുത്, അതിന് കിട്ടുന്ന റിസൾട്ടോ ഔട്ട്പുട്ടോ ആക്കരുത്. പകരം അവിടെ മൊമെൻ്റം ആയിരിക്കണം ഏറ്റവും വലിയ ഫോക്കസ്. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ആ വണ്ടി ഒന്ന് ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വണ്ടി നിർത്തിയിട്ടോടുത്ത് ഉന്താനുള്ള അത്ര എഫർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ മൊമെൻ്റം അവിടെ വന്നു കഴിഞ്ഞാൽ, വൺസ് അത് നമ്മളെ റൂട്ടീനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള എഫിഷ്യൻസി, അതിലുള്ള റിസൾട്ടിൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. പക്ഷേ ഒരു സാധനം തുടങ്ങുമ്പോൾ അവിടെ ഗോൾ വെക്കേണ്ടത് ഒരിക്കലും അതിൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ എനിക്ക് ബോഡി ഉണ്ടാക്കണോ അതൊന്നുമല്ല. ജസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ്, ജസ്റ്റ് കീപ്പ് ദ മൊമെൻറ്റം, ജസ്റ്റ് കീപ്പ് ഇറ്റ് മൂവിങ്, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു സ്മോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തീരെ ടൈം കിട്ടിയില്ല, പക്ഷേ നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ അത് കട്ട് ചെയ്യുന്നതിൻ്റെ പകരം ആ 10 മിനിറ്റ് അവിടെ പോയി ആ ജിമ്മിലൊന്ന് സ്ട്രെച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മളെ മൈൻഡിൽ ആ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതായത് ആ മൊമെൻറ്റം ബ്രേക്ക് ആവാതെ വെക്കും. ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു സംഭവമാണ്, മിസ്സിങ് 1 day ഈസ് ഓക്കെ, ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്, പക്ഷേ മിസ്സിങ് 2 days ഈസ് എ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ ഹാബിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം മിസ്സായി കുഴപ്പമില്ല, നമ്മൾ അടുത്ത ദിവസം തന്നെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ദിവസം മിസ്സായി, ആ മിസ്സായത് പിന്നെ ഈസി ആയിരിക്കും എന്ത്, അടുത്ത ദിവസം മിസ്സാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായി, നമ്മളവിടെ ഡ്രോപ്പ് ആവും, ആ കൺസിസ്റ്റൻസി അവിടെ പോകും. അപ്പോൾ ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ട്രാക്കിൽ നിന്ന് വീണ് കഴിഞ്ഞാലോ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. പക്ഷേ അതിലൊരു ടിസ്റ്റ് ഉണ്ട്. അത് പറഞ്ഞതിന് മുമ്പ് തന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ ആക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഒരു ന്യൂസ് ലെറ്റർ ആക്കിയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫോർമാറ്റിനേക്കാൾ കൂടുതൽ കംഫർട്ടബിൾ റീഡിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റീഡ് ചെയ്തിട്ട് പിന്നെ വീഡിയോ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ന്യൂസ് ലെറ്റർ വായിക്കാൻ നിങ്ങൾക്ക് അത് ഫ്രീ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ആ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2 e-bookകൾ കിട്ടും, നിങ്ങളുടെ മെയിലേക്ക് വരും. ഓക്കെ, സോ ഞാൻ ആദ്യം ന്യൂസ് ലെറ്റർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അത് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, ബാക്ക് ടു ദ വീഡിയോ. കൺസിസ്റ്റൻസി വിത്തൗട്ട് നോയിങ് വാട്ട് യു വാണ്ട് ഈസ് ആക്ച്വലി സ്റ്റബേൺനെസ്. നവൽ രവികാന്തിൻ്റെ ഒരു കോട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നൊരു കോട്ടാണ്, ഇൻ്റലിജൻസ് ഈസ് ഗെറ്റിംഗ് വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്. അതായത് എന്താണോ നമുക്ക് ജീവിതത്തിൽ നിന്ന് നേടിയെടുക്കാൻ ആഗ്രഹമുള്ളത് അത് നേടിയെടുക്കലാണ് എന്ത് ചെയ്യൽ, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, എന്താ ആദ്യം വേണം എന്നറിയണമല്ലോ. ഒരു ജീവിതത്തിൽ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് അറിഞ്ഞാലല്ലേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ഒരു കാര്യം റിപ്പീറ്റ് അടിച്ച് ചെയ്തിട്ട് കാര്യമില്ല, കൺസിസ്റ്റൻ്റ് ആയി ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് എന്താവണം, നമുക്ക് ആക്ച്വലി നമുക്ക് വേണ്ട കാര്യമാവണം, ശരിയായ കാര്യങ്ങളാവണം. യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ് അറ്റ് ദ റൈറ്റ് തിങ്, റൈറ്റ്.
അങ്ങനെ നമുക്ക് വേണ്ട കാര്യം ശരിയാണോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് നോക്കണം, അതിൻ്റെ റീസൺ ഷാലോ ആണോ റീസൺ ഡീപ്പ് ആണോ എന്നുള്ളത് നോക്കണം. ഷാലോ റീസൺ ആണ് അതിനുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലമൊക്കെ പോകാൻ പറ്റുന്നുണ്ടാവും, ചിലപ്പോൾ 1-2 ദിവസം മോട്ടിവേഷൻ ഉണ്ടാവും, ചിലപ്പോൾ 1-2 ആഴ്ച നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, പിന്നെ നമ്മളെന്താവും അത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ആവും. എന്നാൽ അതേസമയം നമ്മളെ റീസൺ എന്ന് പറയുന്നത് ഡീപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് കുറേ കാലം, ഈവൻ അതിൽ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് വന്നാലും എന്തൊക്കെ അൺസർട്ടനിറ്റീസ് വന്നു കഴിഞ്ഞാലും അതിന് റിവാർഡൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ ഒന്നും കാത്തുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷാലോ റീസണും ഡീപ്പ് റീസണും എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഇഷാമ് പറഞ്ഞിട്ട് എന്ത് ജിമ്മിക്ക് പോകാൻ, അല്ലെങ്കിൽ ഇഷാമ് പറഞ്ഞാണ് ബുക്ക് വായിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളൊരു ഹാബിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, ഷാലോ ആണ്. അത്ര ഡീപ്പായിട്ടുള്ള ഒരു കാരണം നിങ്ങൾക്കില്ല, ആ വൈക്ക് ഒരു സ്ട്രെങ്ത് ഇല്ല. അധികം ആൾക്കാരും ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് സൈമൺ സിനക്കിൽ. ആ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ അതിലൊരു സിമ്പിൾ കൺസെപ്റ്റ് മൂപ്പര് പറയുന്നുണ്ട്. ഒരു 3 സർക്കിളായിട്ട് മൂപ്പര് ഈ കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വൈ, വാട്ട്, ഹൗ. അപ്പോൾ അധികം ആൾക്കാരും ഔട്ട്വേർഡ് നിന്ന് ഇൻവേർഡൊക്കെ വരിക, അതായത് ആദ്യം എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം നോക്കിയിട്ട് പിന്നെ അത് എന്തിന് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ ഇപ്പോൾ മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിലും കമ്പനീസിനാണെന്നുണ്ടെങ്കിലും ഒക്കെ നോക്കിയാൽ മതി, കുറേ കാലം മാർക്കറ്റിൽ നിൽക്കുന്ന, കുറേ കാലം ഫൈറ്റ് ചെയ്താണ്ട് സക്സസ്ഫുൾ ആവുന്ന എന്തൊരു സംഭവമാണെന്നുണ്ടെങ്കിലും അത് ആദ്യം തുടങ്ങിയിട്ടുണ്ടാവുക എന്തിന് എന്നുള്ള കാരണത്തിൽ നിൽക്കാറും അല്ലെങ്കിൽ പേർപ്പസിന് നിൽക്കാറും. അപ്പോൾ ആ ഒരു വഴിയിലാണ് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ സുഖമാണ്, അതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത്. ഇപ്പോൾ ഈ ജിമ്മിൻ്റെ എക്സാമ്പിൾ തന്നെ നമ്മൾ അങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ പറഞ്ഞത് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ എന്തിനേയും ചോദിക്കുകയാണെങ്കിലും മുമ്പ് പറയണം, ഇപ്പോൾ ഞാനൊരു ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയാൻ ഒരു 25 year old മാൻ, അപ്പോൾ ഞാൻ ഒരു ഫിറ്റ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഞാൻ പാസ് ചെയ്യാൻ പോകുന്ന ജീന് എൻ്റെ മക്കൾക്ക് ആ ഒരു ഹെൽത്തി ജീനായിരിക്കും ഞാൻ പാസ് ചെയ്യേണ്ടവ. 2 ഓൾക്ക് ഞാൻ നല്ലൊരു റോൾ മോഡലായിരിക്കും, ഫിറ്റ്നസ്സിന് ആക്ച്വലി പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫാദർ ആണെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അത് കണ്ടിട്ടായിരിക്കും ഈ കുട്ടികൾ പഠിക്കേണ്ടവ. അപ്പോൾ ഓല് മനസ്സിലാക്കുന്നത് ലൈഫിൽ ഫിറ്റ്നസ്സിന് പ്രാധാന്യം ഉണ്ട്, നമ്മളെ ഹെൽത്തിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ഓല് മനസ്സിലാക്കും. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മൊത്തം ഇന്നെ റിലേ ചെയ്യാനുള്ളതാണ്, അപ്പോൾ എനിക്ക് അതും ഇതൊക്കെ യൂസ് ചെയ്താണ്ട് എൻ്റെ ഹെൽത്ത് ആകെ നാശാക്കി എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഐ വാണ്ട് ടു ബി സ്റ്റേ ആസ് ഹെൽത്തി ആസ് പോസിബിൾ. ഇങ്ങനെയൊക്കെയാണ് കാരണങ്ങൾ എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഡീപ്പാണ്. ഇത് ഇഷാമ് പറഞ്ഞിട്ടല്ല, ഇഷാമിൻ്റെ വീഡിയോയിൽ കണ്ടു ജിമ്മിക്ക് പോകണം എന്നുള്ളത്, പക്ഷേ ഇങ്ങനെ കാരണങ്ങൾ എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദ റീസൺ ഇസ് ഡീപ്പ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ റിസൾട്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ വന്നാലും എന്തുണ്ടെങ്കിലും തിരിച്ച് വരാനൊന്നുകൂടി സുഖമാണ്. യു ഗെറ്റ് വാട്ട് ഐ ആം സെയിങ്. അധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തൊരു സംഭവമുണ്ട്. ദർ ആർ 2 fuels ഫോർ കൺസിസ്റ്റൻസി. പെയിനും ഉണ്ട്, അതുപോലെ തന്നെ ജോയും ഉണ്ട്. പെയിൻ ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ് ബട്ട് ജോയ് കീപ്സ് യു ഗോയിങ്. പിന്നെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ CA പഠിക്കുന്ന ടൈമിൽ ഞാൻ ഈ പെയിനായിരുന്നു അല്ലെങ്കിൽ സഫറിങ് ആയിരുന്നു ഈ കൺസിസ്റ്റൻസിക്ക് ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്തിരുന്നത്. അത് വർക്ക് ചെയ്യാത്ത പ്രശ്നമൊന്നുമില്ല. ഞാൻ രാവിലെ 3:30 എണീക്കുന്നു, എന്നിട്ട് ഫസ്റ്റ് തന്നെ ഒരു ലെഗ് വർക്കൗട്ട് ചെയ്യുന്നു, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രെച്ച് എന്നുള്ള രീതിയിൽ, അതായത് ഒറ്റയടിക്ക് ഇരുന്നാണ്ടല്ല, പക്ഷേ ബ്രേക്ക് എടുക്കുന്നുണ്ട്, എന്നാലും 13-15 മണിക്കൂർ ഒരു ദിവസം പഠിക്കുക, വേറെ ഒന്നുമില്ല, വേറെ സോഷ്യൽ ലൈഫും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മാസങ്ങളോളം ആ സ്റ്റഡി ലീവിൻ്റെ ടൈമിലൊക്കെ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഗ്രൈൻഡ് എന്നുള്ള രീതിയിലാണ് പോയിരുന്നത്. അന്ന് എൻ്റെ മെയിൻ ഫ്യൂവൽ എന്ന് പറയുന്നത് എനിക്ക് വിജയിക്കണം, എനിക്ക് പ്രൂവ് ചെയ്യണം, എനിക്ക് വാശിയാണ്, എനിക്ക് ഓല മുമ്പ് എത്തണം എന്നൊക്കെയുള്ള രീതിയിൽ പെയിൻ ആൻഡ് ആങ്കർ ആൻഡ് സഫറിങ് ആയിരുന്നു എൻ്റെ കൺസിസ്റ്റൻസിൻ്റെ മെയിൻ ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യും ഒരു ഷോർട്ട് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ, 6 മാസം 5 മാസം 1 കൊല്ലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഐ ഡോണ്ട് നോ 1 കൊല്ലമൊക്കെ വർക്ക് ചെയ്യുമെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് CA ജേണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ CA ഇൻ്റർമീഡിയറ്റ് പറയുന്നത് വളരെ കുറച്ച് കാലഘട്ടമുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഓക്കെ നമുക്ക് അങ്ങനെ പുഷ് ചെയ്യാം, കുറച്ച് ഷോർട്ട് പീരീഡ് ഉള്ളൂ. പക്ഷേ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഇതേപോലെയാണ് ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഇവിടെ കളിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഇത് ലോങ് ടേം ഗെയിമാണ്, ഇത് ഡെക്കേഡ് ലോങ് നമുക്ക് കളിക്കാനുള്ള ഗെയിമാണ്. അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഇവോൾവ് ആവും. എന്നാലും ഐ ലൈക്ക് വാട്ട് ഐ ഡു നൗ. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരുപാട് കാലം എന്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെയിൻ ആൻഡ് സഫറിങ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഐ ആക്ച്വലി വാണ്ട് ടു എൻജോയ് ദ പ്രോസസ്. അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഒരിക്കലും ജിമ്മിക്ക് പോകുന്നത് ഭയങ്കര രീതിയിൽ ഫിറ്റായിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനും എന്നുള്ളതിന് പുറമെ ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഐ ആക്ച്വലി ഐ എൻജോയ് ഗോയിങ് ടു ദി ജിം. ആ വൈകുന്നേരം അവിടെ പോകുന്നതും അവിടുത്തെ ആൾക്കാരും അവിടുത്തേതായിട്ടുള്ള സ്പെഷ്യൽ ജോക്കുകളും അവിടെ നടക്കുന്ന ഇവൻറ്റുകളും അവിടെ പോകുമ്പോൾ തന്നെ വേറൊരു എനർജിയാണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഇപ്പോൾ അതൊരു എൻജോയ്മെൻ്റ് ആയി മാറി. അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എൻ്റെ ന്യൂസ് ലെറ്റർ റൈറ്റ് ചെയ്യുന്നു. ആ ന്യൂസ് ലെറ്ററാണ് പിന്നെ യൂട്യൂബ് വീഡിയോസ് ആവുന്നത്. അത് എഴുതുന്നത് ഐ ലവ് ഇറ്റ്. രാവിലെ നേരത്തെ എണീറ്റ് ഒരു മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ്, ഭയങ്കര അർജൻറ്റിലൊന്നല്ല, പകരം സ്ലോ വാക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങനെ ഇരുന്ന് ഡെസ്കിന് മുമ്പിൽ ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ റൈറ്റ് ചെയ്യുക എന്നുള്ളത് ഐ ജസ്റ്റ് എൻജോയ് ദ പ്രോസസ്. അതിനിപ്പോൾ ആൾക്കാർ വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഐ ജസ്റ്റ് എൻജോയ് ഇറ്റ്. അത് വായിക്കും കൂടി ചെയ്യുമ്പോൾ ഒന്നും കൂടി ഫുൾഫിൽമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കതിന് പറഞ്ഞ ഒരാളെ ലെസൺ എന്താ വെച്ചാൽ, നിങ്ങൾ ലോങ് ടേം ഗെയിമാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ തൽക്കാലം കുറച്ച് കാലം കൊണ്ട് എസ്കേപ്പ് ചെയ്യാനുള്ള സാധനം അല്ലെങ്കിൽ നേടാനുള്ള സാധനമാണെങ്കിൽ ഓക്കെ, പെയിൻ ആൻഡ് സഫറിങ് ക്യാൻ ബി എ ഗുഡ് ഫ്യൂവൽ, അത് നിങ്ങൾ കീപ്പ് ചെയ്യും. പക്ഷേ ലൈഫ് ലോങ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് മാറ്റർ ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്ലോലി ഇവോൾവ് ഫ്രം ദ പെയിൻ
ടു എൻജോയ്മെൻറ്റ്. പക്ഷേ യു വോണ്ട് ഫൈൻഡ് സംതിങ് യു ലവ്, ദെൻ യു ബിക്കം കൺസിസ്റ്റൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കണ്ടുപിടിച്ചിട്ട് പിന്നെ കൺസിസ്റ്റൻ്റ് ആവുക, അങ്ങനെ നല്ലത് വർക്ക് ചെയ്യുക. നിങ്ങളൊരു സാധനം ചെയ്യും, ഫസ്റ്റ് നിങ്ങൾ അതിൽ സക്ക് ചെയ്യും, ഫസ്റ്റ് അതിലൊരു രസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അതിൽ ഫുള്ള് പൊട്ടത്തരകാരം കാണിക്കുന്നുണ്ടാവുക. പിന്നെ അത് ചെയ്ത് നിങ്ങളൊരു ലെവലിലേക്ക് എത്തും. അപ്പോഴാണ് എൻജോയ്മെൻറ്റ് ആക്ച്വലി വരിക. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു വിചാരിക്കാം. ആ ഒരു ഫസ്റ്റത്തെ 5 കളി അല്ലെങ്കിൽ 3 കളിയൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്താണ്ട് നിങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ തലക്ക് തന്നെ ഒന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നും. അത്രയും പൊട്ടത്തരക്കാരെ അതിൽ കാണിക്കുന്നുണ്ടാവാം. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ എക്സാമ്പിളാണ്, ഞാൻ ആദ്യമായിട്ടൊന്ന് ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി കോർട്ടിൽ പോയി. അതിന് മുമ്പൊക്കെ എപ്പോഴൊക്കെ കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ, പക്ഷേ ഇങ്ങനെ കോർട്ടിലൊന്നും പോയി കളിച്ചിട്ടില്ല. അങ്ങനെ ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കാൻ പോയപ്പോൾ ഞങ്ങൾ റീൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തൊക്കെ പൊട്ടത്തര ഞാൻ ഇതിൽ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഏതൊരു സംഭവം നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 20 മണിക്കൂർ, ഒരു 20 അവേഴ്സെങ്കിലും നമ്മളതിൽ ചെയ്യുമ്പോഴാണ് നമ്മളതിലെ മിസ്റ്റേക്കുകളൊക്കെ പഠിച്ച് നമ്മളൊന്ന് ആക്ച്വലി അതൊന്ന് ജസ്റ്റ് അതിൽ ഡീസൻ്റ്ലി ഗുഡ് എന്നുള്ള രീതിക്ക് എത്താം. നമ്മൾ മാസ്റ്ററി എന്നൊക്കെയുള്ള രീതിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കണക്കൊക്കെ ഉണ്ട്, എന്തോ 10,000 അവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡീസൻ്റ്ലി ഗുഡ് ആവണമെന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് ഒരു 20 അവേഴ്സ് നമ്മളത് ചെയ്താൽ തന്നെ നമുക്കത് പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താവും, ഈ ഒരു സാധനം സെക്കൻഡ് നേച്ചർ ആവും. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സെക്കൻഡ് നേച്ചർ ആയി കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് ഡ്രൈവിങ്. നിങ്ങൾ ഡ്രൈവിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കുറച്ച് ടൈമൊക്കെ നിങ്ങളുടെ മൈൻഡ് എവിടെ ഫോക്കസ്ഡ് ആയിരിക്കും? ക്ലച്ച്, ഗിയർ, ആക്സിലേറ്റർ, ബ്രേക്ക്, ആൾക്കാർ, റോട്ടിലുള്ള വണ്ടികൾ, അതുപോലെ തന്നെ ഏത് സൈഡിൽ എടുക്കണം, ഇത് ഭയങ്കര രീതിയിൽ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. കുറച്ച് ആങ്ഷ്യസ് ആയിരിക്കും. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കയറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിന് അവിടെ വേറെ എന്തില്ല, സ്പേസ് ഇല്ല. പക്ഷേ കുറച്ച് കാലമൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പാട്ടൊക്കെ പാടിയാണ്ട് കയറും, വണ്ടി ഓടിക്കേണ്ടാവുക. കാരണം എന്താ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഷിഫ്റ്റായി. അത് സെക്കൻഡ് നേച്ചറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തുടങ്ങുന്ന ഒരു സാധനം നമുക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി അതൊരു വേസ്റ്റ് ടൈമായി കണ്ട് കൂട്ടാൻ പറ്റില്ല. പിന്നെ സംബന്ധിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അതായത് ടോക്കിംഗ് ഹെഡ് വീഡിയോസ്, ഭയങ്കര കോംപ്ലക്സ് ടോപ്പിക്സ് എടുത്തിട്ട് അത് ഭയങ്കര സിമ്പിളായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഇതൊക്കെയാണ്, ഇതാണ് എൻ്റെ സ്ട്രെങ്ത്, ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് എങ്ങനെ വെച്ചാൽ ജസ്റ്റ് എൻ്റെ ഓരോ ജിമ്മിന്ന് വർക്കൗട്ട് ചെയ്യണേ, അല്ലെങ്കിൽ ഇങ്ങനെ സെൽഫിയൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് ഉണ്ടാവും. അതിനൊരു ടെക്സ്റ്റ് കൊടുത്ത് പാട്ടും കൊടുത്താണ്ട് എഡിറ്റ് ചെയ്തിടും. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ പതുക്കെ ഞാൻ എന്ത് ചെയ്ത് ഇതിങ്ങനെ കൊടുത്ത് ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ആക്കി. പിന്നെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നമ്മൾ ഡെയിലി വ്ളോഗ് രീതിയിൽ ഇടാൻ തുടങ്ങി. പിന്നെ അതിലേക്ക് പതുക്കെ വോയിസ് ഓവർ കയറ്റാൻ തുടങ്ങി. അങ്ങനെ വോയിസ് ഓവർ കയറ്റി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ടോക്കിംഗ് എന്നുള്ള രീതിയിൽ ഫ്രണ്ട് ക്യാമറയിൽ ടോക്ക് ചെയ്യുന്ന വീഡിയോസ് ഇടാൻ തുടങ്ങി. അതിനൊന്നും വ്യൂസ് ഇല്ലേനും. ഇതൊക്കെ കോൺസ്റ്റൻറ്റ് എക്സ്പെരിമെൻറ്റേഷൻ ആയിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നോക്കി കൊണ്ടുവരും. അങ്ങനെ ചില വീഡിയോസൊക്കെ ഹിറ്റാവാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ചിലത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു തോന്നി. വ്യൂസ് കുറവാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അതിലെങ്ങനെ വ്യൂസ് ഉണ്ടാക്കാൻ നോക്കി. അങ്ങനെ പതുക്കെ ഒരു കൊല്ലത്തെ ജേണിയിലാണ് ഞാൻ പിന്നെ എന്ത് ചെയ്ത് അങ്ങനെ യൂട്യൂബിലേക്ക് എത്തിയത്. ദ പോയിന്റ് ഈസ് യു ഡു നോട്ട് ഡിസ്കവർ യുവർ സ്ട്രെങ്ത് ഫസ്റ്റ് ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ആ ഒരു സംഭവം ചെയ്തിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ കോമ്പറ്റൻ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് നമുക്ക് പറ്റിയതാണോ നമുക്ക് പറ്റിയതല്ല എന്നുള്ളത്. അങ്ങനെ നമുക്ക് പറ്റിയതാണ്, അതിൽ നമ്മൾ കുറച്ച് ഗുഡും ആയി, അത് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഈസി ടു സ്റ്റേ കൺസിസ്റ്റൻറ്റ്. അതാണ് പ്രശ്നം. നമ്മൾ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഓല് പറയുന്നത് വളരെ കുറച്ച് കാലം ഒരു സംഭവം ചെയ്തിട്ട് ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറയാണ്ട് ഓല് ക്വിറ്റ് ചെയ്യും. പക്ഷേ ഇത് എനിക്ക് പറ്റിയ പണിയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളതിൽ എന്താവണം, കോമ്പറ്റൻ്റ് ആവണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 20 മണിക്കൂറെങ്കിലും അതിൽ പണിയെടുത്തിട്ട് അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളെ സെക്കൻഡ് നേച്ചർ ആയിട്ട് എന്നിട്ട് നോക്കണത് ഇത് നമുക്ക് പറ്റിയ പണിയാണോ എന്നുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മളതിൽ റിസൾട്ട് കണ്ടില്ല എന്ന് ഞാൻ ക്വിറ്റ് ചെയ്യണം, ഇത് എനിക്ക് പറ്റിയല്ല പറഞ്ഞാണ് അധികം ആൾക്കാരും പോവുക. പിന്നെ കേസിനെ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് തന്നെ ഭയങ്കര കോൺഫിഡൻസിൽ ക്യാമറയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വീക്കായിട്ട് തന്നെ ഞാൻ ഫസ്റ്റൊക്കെ ടോക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി നാച്ചുറലായിട്ട് സംസാരിക്കണ്ടല്ലോ, എൻ്റെ എക്സ്പ്രഷൻ കുറച്ചുകൂടി എനിക്ക് മനസ്സിലാവണില്ലേ. അതുപോലെ ഞാൻ പറയുന്നത് ഒരു ഓർഡർ ഇല്ലേ, ഈ സംഭവം ഒന്നും ഇല്ലേന് ഫസ്റ്റ്. ഇതെന്താ വെച്ചാൽ ആ ഒരു ജേണിയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുത്താണ്. അതിങ്ങനെ ചെയ്ത് അങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പുതിയ കാര്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഏർലി സ്റ്റേജ് വേസ്റ്റ് ഓഫ് ടൈം ആണെന്നുള്ള രീതിയിൽ കാണരുത്. അവിടെ ഭയങ്കര രീതിയിൽ എന്തുണ്ടാവും, ഡിസ്കംഫേർട്ട് ഉണ്ടാവും, വലിയ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർ കുറച്ചെങ്കിലും റപ്പ് ചെയ്തിട്ട് നോക്കുക ഇത് നിങ്ങൾക്ക് പറ്റിയതാണെന്നുള്ളത്. അതായത് മാർക്ക് മെൻസനൊക്കെ പറയുന്നുണ്ട്, ഒരു ബുക്കിൻ്റെ ഫസ്റ്റത്തെ 20 പേജെങ്കിലും വായിച്ചിട്ട് ഞാൻ ആ ബുക്ക് എന്ത് ചെയ്യുള്ളൂ, വായിക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുള്ളവർ. അത് നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് അതിൻ്റെ ടൈറ്റിൽ മാത്രം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇനി ഇതിൽ ഏറ്റവും ഫൈനൽ പോയിന്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഐഡൻറ്റിറ്റി ഈസ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നിങ്ങൾ എപ്പോഴേലും കണ്ടുകണോ ഒരു ബോഡി ബിൽഡർക്ക് ജിമ്മിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തീരെ മോട്ടിവേഷൻ ഇല്ലായ്മ, ഡിസിപ്ലിൻ ഉപയോഗിക്കേണ്ട ആവശ്യം? അയാൾ നാച്ചുറലി എന്നും ജിമ്മിക്ക് പോകില്ല, അല്ലെങ്കിൽ ആൾമോസ്റ്റ് എവറി ഡേ അയാളെ സ്പ്ലിറ്റിലൊക്കെ അയാൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആവില്ലേ. അതുപോലെ തന്നെ ഒരു റൈറ്ററിനെ സംബന്ധിച്ച് അയാൾ എപ്പോഴെങ്കിലും റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ലുണ്ടോ? എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഓലെന്താണോ ചെയ്യേണ്ടത് ഓല് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓലെന്താണോ ചെയ്യേണ്ടത് ഓല് ചെയ്യുന്നുണ്ടാവും, റൈറ്റ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇയേഴ്സ് ഓഫ് റെപ്പറ്റീഷൻ മെയ്ഡ് ദം ബിലീവ് ദാറ്റ് ദേ ആർ ബോഡി ബിൽഡേഴ്സ് ആർ ദേ ആർ റൈറ്റേഴ്സ്. അതായത് ഒരു സംഭവം നമ്മളെ ഐഡൻറ്റിറ്റി ആയി കഴിഞ്ഞാൽ നമ്മളും ബാക്കിയുള്ളവരും, ഇനി ബാക്കിയുള്ളത് പോട്ടെ, നമ്മളെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ
പിന്നീട് ആ ഒരു സംഭവം നമുക്ക് നോർമലായിരിക്കും. അവിടെ നമുക്ക് ഡിസിപ്ലിനോ കൺസിസ്റ്റൻസിയോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇഷാമിനെ സംബന്ധിച്ച് ഫിറ്റ്നസിനും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും സൈക്കോളജി, ഇമോഷൻസ്, ഓണ്ടർപ്രണർഷിപ്പ് ഇങ്ങനത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഇഷാം. എന്തുകൊണ്ട്? കുറേ കാലമായിട്ട് ഇഷാം ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്, ഇഷാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നെ അങ്ങനെ കാണുന്നു. അപ്പോൾ നിങ്ങളൊരു സാധനം ഫസ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കുറേ കാലം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതെന്താവും, പിന്നീട് അത് ചെയ്യുന്ന ഒരാളായി മാറും നമ്മൾ. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി അങ്ങനെ ആവും, ഇത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള രീതിക്കാവും. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും നമുക്കൊരു വിഷയം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ അതിനെക്കുറിച്ച് ഇഷ്ടപ്പെട്ടിട്ടോ അതിനെക്കുറിച്ച് റീൽസ് കണ്ടിട്ടോ അതിനെക്കുറിച്ച് എൻ്റെ വീഡിയോസ് കണ്ടിട്ടോ കാര്യമില്ല, അത് ചെയ്യണം, ആക്ഷൻ എടുക്കണം, എന്നാലും ഉണ്ടാവുള്ളൂ. ഞാൻ ക്രിസ് വില്യംസിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ കേട്ടൊരു സംഭവമാണ്, കൺസിസ്റ്റൻസി ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ബി സക്സസ്ഫുൾ, ബട്ട് നോട്ട് ബീയിങ് കൺസിസ്റ്റൻറ്റ് ഗ്യാരണ്ടീസ് യു വോണ്ട് റീച്ച് സക്സസ്. അതായത് നമ്മൾ ഏതൊരു ഫീൽഡിലും സക്സസ് ആവാനുള്ള മെയിൻ എലമെൻറ്റുകളിൽ ഒന്ന് മാത്രമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഉണ്ട് എന്ന് കരുതി അതിൽ സക്സസ് ആവണമെന്നില്ല. അതിൽ വീണ്ടും കുറേ സാധനങ്ങൾ വേണ്ടി വരും. ഡിസിപ്ലിൻ വേണ്ടി വരും, അതുപോലെ തന്നെ ശരിയായ കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആവേണ്ടി വരും, അതുപോലെ കുറച്ച് ബേസിക് ഇൻ്റലിജൻസ് വേണ്ടി വരും, ഒരുപാട് സംഭവം വേണ്ടി വരും. പക്ഷേ അതിലെ ഒരു മെയിൻ പില്ലറാണ് കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ സക്സസ് ആവാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.